ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മീൻ എന്നുള്ളൊരു ഭാഗമാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാറ്റ കളക്ഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യാം എന്നുള്ള ഒരു പാർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പറയുകയാണെങ്കിൽ അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നു, അതായത് അത് വിശകലനം ചെയ്യുന്നു. അതായത് ഡാറ്റ കളക്ഷൻസ്, അതായത് ഈ മീൻ ആൻഡ് മീഡിയൻ എന്ന് പറയുന്ന ഈ ഒരു സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതൊരു പക്ഷേ മാത്സ് ആവാം, നമുക്ക് തരുന്ന പ്രോബ്ലംസ് അല്ലേ, മാത്സിലെ പ്രോബ്ലംസ് ആവാം, അത് ഡാറ്റ കളക്ഷൻസ് തന്നെയാണ്. അത് നമ്മൾ പല രൂപത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ രീതി മെത്തേഡാണ് എന്ത്, മീനും മീഡിയനും എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്. അത് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ഒരു പാർട്ടിലാണ് വരുന്നതെന്ന് മാത്രം അത് മനസ്സിലാക്കുക ആദ്യം. നെക്സ്റ്റ്, ഈ ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. മീൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്ത് ലാസ്റ്റ് അത് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രസൻറ്റേഷനിലേക്ക് എത്തുന്നു. ഈ പ്രസൻറ്റേഷനിൽ എത്തുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, മാത്സ് പ്രോബ്ലമായി മാറുന്നതും. നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടുന്നുണ്ടല്ലോ, ചോദ്യം നമുക്ക് മാത്സ് തരുമല്ലോ, നമുക്ക് എന്താ കണക്ക് ചെയ്യാനുണ്ടാവും, പ്രോബ്ലം സോൾവ് ചെയ്ത് തീർക്കാനുള്ള സംഭവങ്ങൾ നമുക്കുണ്ടാവും. അതിലേക്ക് എത്തുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റ ഇത്രയും ഒരു ഘട്ടത്തിലൂടെ വന്നിട്ടാണ് എന്തായി മാറുന്നത്, നമ്മളത് കാൽക്കുലേഷനിലേക്ക് പോകുന്നത്. ആ കാൽക്കുലേഷൻ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, മീനും മീഡിയനും എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഈ ഒരു ഭാഗം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത്, അതായത് പ്രസന്റേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്രോബ്ലം സോൾവിലേക്ക് പോയി പ്രസന്റ് ചെയ്യുന്നു. പ്രസന്റ് ചെയ്യുന്ന മാർഗങ്ങളാണ് ഏതൊക്കെ, മീൻ മെത്തേഡ് ആൻഡ് മീഡിയൻ മെത്തേഡ്, ഈ പ്രസന്റ് ചെയ്യുന്ന മാർഗങ്ങൾ. ഓക്കെ, ഇതിൽ തന്നെ ഈ രണ്ട് മാർഗങ്ങൾ മീനും മീഡിയൻ എന്ന് മോഡ്, മീൻ, മീഡിയൻ എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് പ്രസന്റേഷനും എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് മെത്തേഡ് ആണ് മീനും മോഡും മീഡിയനും. ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഓരോരോ പ്രോബ്ലം മീൻസ് മെത്തേഡ് കണക്കുകൾ, കമ്പനിയിലെ കണക്കുകൾ, പിന്നെ എന്താ പറയുക, സാലറി ഡിവിഷൻസ്, ക്ലാസ്സുകൾ, അത് ഒരു കമ്പനി ജോലി ചെയ്യുന്ന ആളുകളെ ക്ലാസ്സുകളായി തരംതിരിക്കുന്നു. അതിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കേണ്ടത്, മോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ഇതൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ളൂ. അതിൻ്റെ പ്രോബ്ലംസ് വരുന്നത് ഓരോരോ കമ്പനി ബേസും എന്തെങ്കിലും, ഇനിയിപ്പോൾ പോപ്പുലേഷൻ ബേസും എന്തെങ്കിലുമൊക്കെ മാത്സ് നമുക്ക് തരും, ക്വസ്റ്റ്യൻ വരും, നമുക്ക് എക്സാമിന് വരും. അപ്പോൾ നമ്മൾ മീൻ ആൻഡ് മീഡിയൻ മോഡ് എന്നുള്ള പ്രസന്റേഷൻ രീതി മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നു. അതന്നെയാണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് രീതികൾ എന്നാണ് ഈ മീനും മോഡ് ആൻഡ് മീഡിയൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അനലൈസിങ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. പ്രധാനമായും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ്സ് മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. നെക്സ്റ്റ്, അനലൈസിങ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് തരുന്ന മാത്സ് പ്രോബ്ലം ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ എത്തുന്നു, അനലൈസിങ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അധികം മാത്സിലും കണ്ടുപിടിക്കേണ്ട എന്താണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. നെക്സ്റ്റ്, ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. നമുക്കറിയാം ഫസ്റ്റ് തുടങ്ങിയത് എന്താ, ഡാറ്റ കളക്ഷൻ. ഇത് തന്നെയാണ് എന്തും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് ഇങ്ങനെ വന്നിട്ടാണ് ഇതിലെത്തുന്നത് അല്ലേ. ഈ മാത്സ് തന്നെയാണ് എന്ത് വരുന്നത്, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മൾ കാണും. അതിൻ്റെ മെത്തേഡ്സ് ആണ് അനലൈസും ഇൻ്റർപ്രിട്ടേഷനും പ്രസൻറ്റേഷനും ഗ്രാഫിക്. ഇത് നമ്മൾ ഏത് വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഗ്രാഫിക് ഡിസൈൻ അല്ലേ, ഗ്രാഫ് വഴി നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാർ ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ് ഡിവിഷൻ ഉപയോഗിച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്ത് കണ്ടുപിടിച്ചത്, നമ്മൾ മീനും മീഡിയനും മോഡും കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓഫ് മീൻ, സെൻട്രൽ ടെൻഡൻസി ആണ് അല്ലേ. ഇതെല്ലാം എന്താണ്, സെൻട്രൽ ടെൻഡൻസി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മീൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു മാത്സ് മിസ് ജസ്റ്റ് ഒന്ന് ചെയ്തുതരാം. അതായത് ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചിട്ട് ആദ്യം കേട്ടോ. എന്താണ് പറയുന്നത്, യു ഹാവ് സ്റ്റഡി ഡീറ്റെയിൽ how to will study the purpose of calculating averages and calculating
ആവറേജസ് ആൻഡ് ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലേ. നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഏതൊക്കെയാണ്? ഗ്രാഫിക് ഒരു മെത്തേഡാണ്, ഡയഗ്രാം ഒരു മെത്തേഡാണ്, ക്ലാസ് ഡിവിഷൻ വെച്ചൊരു മെത്തേഡാണ്. ഓക്കെ, ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ആവറേജസ്. നമ്മൾ ആവറേജസ് ആണെങ്കിലും ഡാറ്റ വാല്യൂ ഓഫ് എന്താ പറഞ്ഞത്, മാക്സിമം വാല്യൂ ഓഫ് ഡാറ്റേൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നു, ആവറേജ് കണ്ടുപിടിക്കുന്നു. യു വിൽ ഫർദർ ലേൺ അബൌട്ട് ഡീറ്റെയിൽ ദി മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ടു മെഷേഴ്സ് ഓഫ് ആവറേജ്. ആവറേജസിൻ്റെ ലിമിറ്റേഷൻ, എന്തുണ്ടാവും, ലിമിറ്റേഷൻസും മെറിറ്റ്സ് ഉണ്ടാവും, അതിൻ്റെതായ കാൽക്കുലേഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. എന്താണ് സെൻട്രൽ ടെൻഡൻസി നോക്കാം. ദ പ്രോപ്പർ അപ്രീസിയേഷൻ ഓഫ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് യൂസ്ഡ് ഇൻ അനലൈസിങ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെ നോക്കിയാലും ഇത് മൊത്തം പറയുന്നത്, അതായത് ഈ സെൻട്രൽ ടെൻഡൻസി ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണെങ്കിലും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും വാല്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആണെങ്കിലും മൊത്തത്തിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. മൊത്തത്തിൽ പറഞ്ഞ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. ആൻഡ് നെസസറി നോട്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഹാവ്, അതിന് എന്തെന്നും പറയുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയുന്നു. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒറ്റ രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. We mode of loss of value, highest value of variable numbers of item which successive range of increasing and reach of maximum value. അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേഷൻ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ ഡാറ്റാൻ്റെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, മാക്സിമം വാല്യൂ ഓഫ് ഡാറ്റ കാണുന്നു, അതിനെ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു, ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാം മെഷേഴ്സ്മെന്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷർമെന്റ് എന്തൊക്കെയാണ്? ഇത് ഡിഫർ ഫ്രം എ വേരിയബിൾ അനദർ ഫോളോയിങ് ഓഫ് 3 വേവ്സ്. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എത്ര വിധമാണ് നമുക്ക് നോക്കാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ കൺസെപ്റ്റാണ്. നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ആണ്? മെഷേഴ്സ് എന്നാണ് അളവുകൾ, നമുക്കറിയാം അല്ലേ. എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നത് നോക്കാം. And objectives of average data and measures of average data. Okay, next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. മീൻ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, മിസ് ജസ്റ്റ് ഒരു കാൽക്കുലേറ്റ് ചെയ്യാം. അരിത്തമെറ്റിക് മീൻ
ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് ഈ മെഷേഴ്സ് ഓഫ് ആവറേജ് ഡാറ്റയിൽ കണ്ടുപിടിക്കാനുള്ളത് അരിത്തമെറ്റിക് മീൻ ആണ്. അത് ജസ്റ്റ് ഇതാ അരിത്തമെറ്റിക് മീൻ HM ഓക്കെ ഇസ് ഈക്വൽ ടു 2/1.5 plus 1/15 is equal to 2/5 plus 4/60 is equal to 120/9 ഓക്കെ. നമുക്കറിയാം ഈ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് കിട്ടുന്നത് 13/34 ഓക്കെ. അരിത്തമെറ്റിക് മീൻ HM മീൻസ് അരിത്തമെറ്റിക്, H ഫോർ അരിത്തമെറ്റിക് ആണ്. അരിത്തമെറ്റിക് മീൻ കാണുന്നത് ലാസ്റ്റ് 13 and 34 അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ ഓക്കെ. അപ്പോൾ നമുക്ക് മീന് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ആവറേജ് ഡാറ്റ, നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് ഡാറ്റാസിൽ നിന്നും മീൻസ് കണ്ടുപിടിക്കുന്ന രൂപമാണ് മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് അരിത്തമെറ്റിക്സ് മീൻ ഓക്കെ. ദ കമ്പ്യൂട്ട് ഓഫ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻസ് ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് വേരിയബിൾസ് ആൻഡ് അസൈൻ ബൈ ഡിഫറെൻറ്റ് വെയ്റ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന കാൽക്കുലേറ്റ് ഡിഫറെൻറ്റ് വെയ്റ്റ്സും ഡിഫറൻസ് വെയ്റ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് ഡിഫറെൻറ്റ് വെയ്റ്റ് WEIGH വെയ്റ്റ് നമ്മൾ തൂക്കം കനം എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് വാല്യൂസും ഡിഫറെൻറ്റ് വെയ്റ്റ്സും ആണ് നമുക്ക് കാൽക്കുലേഷൻ തന്നിരിക്കുക. അത് നോക്കിയിട്ട് നമുക്ക് മീൻ ചെയ്യാം, അരിത്തമെറ്റിക് മീൻ ചെയ്യാം. ഹരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കാൽക്കുലേഷൻ ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ ആസ് ദ മീൻ ഓഫ് ദ റൈസ് ഓഫ് പ്രൈസ്. അതായത് ഒരു പക്ഷേ എന്താവാം, പ്രൈസുകൾ ഒരു കമ്പനിയുടെ എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ പ്രൈസുകൾ തരാം, അല്ലെങ്കിൽ അവരുടെ തൊഴിലാളികളുടെ എണ്ണം, അങ്ങനെയുള്ള കമ്പനീസിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പേരുകൾ, അതൊക്കെ വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വരിക ഓക്കെ. ദെൻ കമ്പാരിസൺ ഓഫ് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ. എന്താണ് സാധാ എന്താ പറയുക, നോർമൽ അരിത്തമെറ്റിക് മീൻ ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ, അതിന് വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന് ഡിഫറൻസ്. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഡിഫർ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ബിക്കോസ് ദ വെയ്റ്റ്സ് ഇൻ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെയ്റ്റഡ് മീൻ ആൻഡ് സിമ്പിൾ മീൻ ഇസ് ആസ് ഫോളോസ്. അപ്പം വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനിൻ്റെ വേറൊരു വിഭാഗമാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ. മൊത്തത്തിൽ എക്സാമിന് ചോദിക്കുക അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. ജസ്റ്റ് ആവറേജ് ഡാറ്റാസ് തന്നിട്ട് അരിത്തമെറ്റിക് മീൻ കാണുന്ന ഈ ഒരു രൂപം മാത്രമേ നമുക്ക് എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ ആവർത്തിച്ചേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക്? യു ഹാവ് സ്റ്റഡിഡ് ദ മീനിങ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ അരിത്തമെറ്റിക് മീൻ. യു ഹാവ് ഓൾസോ സ്റ്റഡിഡ് ഹൗ ദ വെയ്റ്റഡ് അരിത്തമെറ്റിക് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം സിമ്പിൾ അരിത്തമെറ്റിക്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ സം ഓഫ് deviations of individual items of arithmetic mean always 0 is okay. അത് arithmetic mean കാണാനുള്ള സിമ്പിൾ arithmetic meansൻ്റെ ഒരു സൊല്യൂഷൻ ടേബിളാണ് സിഗ്മ എക്സ് ബാർ ഓക്കെ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സും എക്സ് മൈനസ് ഉപയോഗിച്ചിട്ട് സിഗ്മ എക്സ് ബാർ കണ്ടുപിടിക്കുക ഓക്കെ. ഇതിൽ തന്നിരിക്കുന്ന ദ എക്സാമ്പിൾ ഓഫ് ദിസ് ഇല്ലസ്ട്രേഷൻ, അതായത് സം ഓഫ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ഫ്രം അരിത്തമെറ്റിക് മീൻ ഓൾവേസ്. അരിത്തമെറ്റിക് മീൻ തന്നിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടൊരു മാത്സ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേറൊരു സിമ്പിൾ അരിത്തമെറ്റിക് മീനും വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനും നമ്മൾ പറഞ്ഞു അല്ലേ. മിസ് ബോർഡിൽ ചെയ്തത് നോർമൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ മെത്തേഡാണ് മിസ് നേരത്തെ എഴുതിയത്. അതേപോലെ ഇപ്പം മിസ് ചെയ്യുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെ നമുക്കതിന് ജസ്റ്റ് ഒരു മാത്സ് തന്നിട്ടുണ്ട്, പ്രോബ്ലം തന്നിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് സൊല്യൂഷൻ ചെയ്യാം. അതായത് ആദ്യം നമുക്ക് എക്സിൽ നമുക്ക് 5, 6, 7 and 9, 13. നെക്സ്റ്റ് എക്സ് മൈനസ് എക്സ് ബാർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന എക്സ് മൈനസ് എക്സ് ബാർ ഓക്കെ. ഇതിൽ നെക്സ്റ്റ് -1, 0, 1, 3, -3 ആണ് എക്സ് മൈനസ് എക്സ് ബാറിൽ വരുന്നത്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതെങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാൽക്കുലേഷൻ മെത്തേഡ് കിട്ടിയത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ